ഉപ്പുമാവ് റെഡി ആയിട്ടില്ല അല്ലേ അമ്മേ? അയ്യോ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അമ്മ ഉണ്ടാക്കിയ ഉപ്പാവല്ലേ, ആ ഉപ്പാവും പഴവും കൂടെ കുഴച്ചടിച്ചിട്ട് കുറെ നാളായി. നീ മിണ്ടാതിരി. നിനക്കുള്ള ചോറ് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ മലക്കറിയെ കറി വെക്കാനുള്ളൂ. ഭാഗ്യം. ഈ ആലീസിന്റെ കാളയിറച്ചിയും താറാമുട്ടയും മീൻകറിയും കൂട്ടിക്കൂട്ടി ഞാൻ മടുത്തു. കുറെ നാളെ മലക്കറി കൂട്ടാൻ കൂട്ടി. തുടങ്ങി അവന്റെ ആലീസ് പുരാണം. അമ്മ ചെന്ന് എന്തെങ്കിലും അവൻ ഉണ്ടാക്കി കൊടുക്കും. തിന്ന് തിന്ന് മരിക്കട്ടെ കൊതിയൻ. എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള കറി തന്നെ ഉണ്ടാക്കാം. 10 വയസ്സ് മുതൽ അമ്മ നിന്നെ കാണുന്നതല്ലേ? ശരിയാമ്മേ, എന്റെ ഈ തടിയുടെ 90% ഇവിടുത്തെ കുട്ടിയാലിക്കേട് ഷെറീഫിന്റെ വീട്ടിലെ ചോറാന്നേ. എടാ അറിയോ, നീയുടെ കുറെ വിളസുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അതെ, നമ്മുടെ പഴയ മാനേജർ സ്ഥലം മാറി പോയപ്പോ ഞാനിവനെ ചുരുവിൽ അങ്ങ് ഒപ്പിച്ചെടുത്ത. എങ്ങനെ നല്ല ഒപ്പിച്ചാ മതി. അകത്ത് വെക്കടാ, അമ്മ കാണും. ഞാനേ തന്ത്രപരമായി 2 ഗ്ലാസും വെള്ളം ഒപ്പിച്ചത്. മണി 7 അകത്തിരിയടാ. കഴിക്കുമോനെ? കോഴി അവിടെയും കിട്ടും, പക്ഷെ ഈ കോഴിന്റെ രുചി ഉണ്ടല്ലോ. അതെന്താ, അവിടുത്തെ കോഴിക്ക് രുചിയില്ലേ? കുറെ കാശുണ്ടാക്കാമെന്നല്ലാതെ അവിടെ എന്തിനാ രുചിയുള്ളത്? ഈ രുചി വേറെ എവിടെയെങ്കിലും കിട്ടുമോ സാബറ? നീ ഇട്ടുണ്ടോ? ഇതോ ഈ നൈറ്റ് ഗൗൺ വാങ്ങുമ്പോ ഇതിട്ടോട് നിൽക്കുന്ന നിന്നെ ഞാൻ കിനാവ് കാണുമായിരുന്നു. എന്നിട്ടിപ്പം ഇടില്ലെന്നു. പ്ലീസ്. ഞാൻ കേൾക്കാറുണ്ട്. അവിടുന്ന് തന്നെ. നേരം എടുത്തിട്ട് കുറെ നേരമായി. അവിടെ ഇന്നലെ രാത്രി നീ എന്തൊക്കെയാ പറഞ്ഞു? ഞാനെന്ത് പറയാനാ? ഒന്നും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ. മെഴുക്ക് കെടുത്തി. പിന്നെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ഉമ്മ ഉറങ്ങിയിട്ട് 2 ദിവസമായി. വേണ്ട. പിന്നെ അങ്ങനെ 1.5 കൊല്ലത്തി വന്നു. പൊന്നല്ലേ? പിന്നെ പൊന്നെ. മെഴുക്ക് കെടുത്തി. എന്താ ഇത്, ഇങ്ങനെയുണ്ടോ? ഉമ്മ കേക്കും. ഉമ്മ ഒന്നും കേൾക്കൂല. പിന്നെ
ഇപ്രാവശ്യം അങ്ങനെ പോവോ? മോളെ, ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛനാണെ പെൻഷൻ ആവാറായി. ബാലേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമാവില്ലമ്മേ. നിന്റെ കല്യാണം കാണാനും നിന്റെ കുഞ്ഞിനെ ലാളിക്കാനും ഞങ്ങൾക്കും കൊതിയില്ലേ മോളെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരാമ്പിള്ളേര് ആ സണ്ണിയെ കണ്ടുപഠിക്കണം. ഒരു കണക്കിന് നീയൊക്കെ ഭാഗ്യവാന്മാരാ സണ്ണി. കുറച്ച് കാശിന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാ സുഖവും സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് എന്നെ ഷെറീഫേ, എനിക്ക് പറയാൻ അനുസരിച്ചിട്ടും ഞാൻ ഇവിടെ ഒതുങ്ങി കൊടുക്കും. ബുദ്ധിയും സാമർഥ്യം ഉള്ളവന് ഇവിടെ സ്വർഗമാണല്ലേ. ജസ്റ്റ് ഫോളോ മീ ഓർ മൈ ഫാദറില്ല. ശരിയാണടാ സണ്ണി. ഓരോ ഗൾഫുകാരനും കഷ്ടപ്പെടുന്നത് അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ സ്വയം ജീവിക്കാൻ അവൻ മറന്നുപോകുന്നു. നീ അത് ഇതും പറഞ്ഞ് ഇവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ. എന്തായാലും ഈ പുളുന്താമാരുടെ വിസ കാര്യം? ഏതെങ്കിലും ഒരു വിസ കിട്ടാൻ ഒരു പ്രയാസമില്ല. തോട്ടിപ്പണിക്കും ഗൾഫിലേക്ക് വിസ കിട്ടും. പക്ഷേ ബാല്യം കുട്ടിയാലിക്കാക്കും പറ്റിയ വിസ വേണ്ടേ? അതുകൊണ്ടാ വൈകുന്നേ. എത്ര വൈകിയാലും വിസ കിട്ടിയാ മതി ഷെരീഫെ. അക്കാര്യം എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിസ വരും. അല്ല, എപ്പോഴാ ഇവരുടെ യാത്ര? ഞാൻ മടങ്ങുമ്പോ ഒന്നിച്ചു പോണം. അതാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്നാ ദുബായിക്ക് പോയ ആദ്യത്തെ അവധിക്ക് നാട്ടിലെത്തുമ്പോ വിവാഹം. അതാണ് എന്റെ തീരുമാനം. തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അല്ല, ഇന്നും നമ്മൾ വൈകിപ്പോയി. വൈകിക്ക കുട്ടിയാലിക്ക. പക്ഷെ പെണ്ണ് കെട്ടാൻ വൈകിയാലേ സംഗതി ഫിങ് ആയി പോകും. ബാലൊരു തീരുമാനത്തിലെത്തി. ഞമ്മള് കെട്ടണമെങ്കിലേ ദുബായിൽ പോയി 2 പെങ്ങന്മാരെയും പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യം ആലോചിക്കും. ഒരു സന്തോഷ വാർത്ത കേട്ടോ. നിങ്ങളുടെ 2 പേരുടെയും വിസ ഷെരീഫ് ശരിയാക്കി. 2 ആഴ്ചക്കുള്ളിൽ വിസതാ ഫിങ് എന്ന് പറന്നു വരും. അല്ലോ, വിസ പറഞ്ഞാണ് പറഞ്ഞത്. എന്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് അയച്ചു തരും. കുട്ടിയാലിക്കാക്ക ഈ വീട്ടിൽ ഇന്ന് ആരുമില്ല. എല്ലാരും ആശുപത്രിയില്ല. തണ്ണി മോനെ, നീ ഒന്നിനകത്ത് കയറ്റിയത് 2ആയിട്ട് ഇറക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിനക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്നാൽ ആ സന്തോഷത്തിന് വേണ്ടി കുട്ടിയാലിക്ക് ഇത് കുടിക്കണം. ഞമ്മക്കിത് ആറാമണ്ട. നമുക്ക് നമ്മുടെ ഷെരീഫ് കൊണ്ടെന്ന് ഹറാമല്ലേ കുട്ടിയാലിക്ക? ചുമ്മാ കൂടി. ഷെരീഫ് കൊണ്ടെന്നാണോ? വേണോ? വേണം. ആര് പാരല്ലേ? ഇവൻ തന്നി സായിപ്പ ഫ്രം ലണ്ടൻ. കുടിക്കേ വല്ല വായ്പിങ്കരെ മറ്റോ ആണോ ആവോ? എന്നാലും ഷെരീഫല്ലേ തരണത്. പടച്ചോനെ ഞമ്മളോട് പൊറുക്കണേ. ഇവനെ ഇറങ്ങിപ്പോണത് അറിയാട്ടാ. ഷെരീഫേ, എന്നാലും മിസ നിനക്ക് കൂടെ കൊണ്ടുവന്നൂടായിരുന്നോ? തന്നിച്ചോ, നിന്റെ അപ്പച്ചന്റെ കലാബോധത്തിന്റെ പെയിന്റ് ഒക്കെ ഇളകി തുടങ്ങിയല്ലോ. അപ്പച്ചൻ പോയേ ഈ കാറ്റിലുള്ള കുടുംബത്തിലെ കലാബോധവും ഇപ്പം ഈ വീട്ടിലെ കുരുവളയിന്റെ റബ്ബറിന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സണ്ണിക്കുട്ടി കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പം അവളുമാരുടെ പെയിന്റ് കാണുമായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ വീണാന് ഷെരീഫ് കൊണ്ടുവന്ന് കുട്ടിയാലിനെ പാമ്പായി. എന്റെ വാച്ചില് എനക്ക് ചോറ് തിന്നണ്ടേ മോനെ? ഞാൻ കഴിച്ചുമ്മാ. നീ വല്ലതും കഴിച്ചോ?
ഇത്രയും ദിവസം എല്ലാം ഉണ്ടായിട്ടും കഴിച്ചും കഴിക്കാതെ കാത്തിരുന്നു. ഇവിടെ എത്തിയിട്ടും ഇനി മേലിൽ ഞാൻ വൈകില്ല. പോരെ പിണങ്ങിയോ? ഞാൻ ആ ഭക്ഷണം ഒന്ന് ചൂടാക്കട്ടെ. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? പാല് കുടിക്ക. ഇതെങ്ങത്താ? നീ കുടിക്കാദ്യം. അവിടെ പോയിട്ട് ഇതും പഠിച്ചോ? ക്ഷീണിച്ചെത്തുന്ന വൈകുന്നേരങ്ങൾ, ഉറക്കം വരാത്ത രാത്രികൾ, മനസ്സ് നിറയെ നീയും, ഒന്നുറങ്ങാൻ വേണ്ടി മാത്രം അല്പം. ഇപ്പോൾ ഞാൻ അടുത്തില്ലേ? ഇനി ഞാൻ കുടിക്കില്ല, സത്യം. ഇന്നലെ നമ്മുടെ വിവാഹകാര്യം പറഞ്ഞ വീട്ടിൽ ബഹളമായിരുന്നു. എന്തുകൊണ്ടോ എനിക്കൊരു തീരുമാനത്തിലെത്താം. സണ്ണി, എടാ എപ്പോ നോക്കിയാലും ഈ പ്രസിദ്ധമായ പ്രണയവീതിയിലൂടെ കൊത്തിക്കൊത്തി നടക്കാൻ നിങ്ങൾക്ക് നേരമല്ലോ. പിങ്ങൊന്നും കല്യാണം നടത്തിയാലേ നിനക്ക് വേണ്ടി പറയാൻ നോക്കിക്കോളാം. അല്ലേ ഈ അച്ചായം പൂന്ത് വിളയാരെ കൊളയായത്. ഞാൻ പോണു. അല്ല ഞാൻ വാ എടാ, പിങ് പിങ് എന്നൊരു പായസം കുടിച്ചിട്ട് കുറെ ആളായി. ഇത് വെച്ച് കിട്ടുന്ന എന്തിനാ? പ്രതീക്ഷിക്കത്ത രൂപ അത് നടക്കണമെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി വന്നേ പറ്റൂ. മനസ്സിനിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതാണ്ട പ്രതീക്ഷിക്കത്ത വിവാഹം. BSc തോറ്റും വെച്ചേ പണിയൊന്നുമില്ലാതെ വായു നോക്കി ഇറക്കുമ്പോഴാ അമ്മച്ചി എന്നെ പിടിച്ച് കെട്ടിച്ചത്. പിന്നല്ലേ ജോലിയൊക്കെ ആയത്. എല്ലാം നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ജീവിച്ചില്ലേ? ഞങ്ങളിപ്പോ ജീവിക്കുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ സണ്ണിച്ചാ പറയുന്നത്? ജീവിതം അത് ഒരിക്കലേ കിട്ടത്തുള്ളൂ. ബുദ്ധിയുള്ളവർ ആദ്യം തന്നെ സുരക്ഷിതമാക്കുന്നു. സോ സെറ്റിൽ യുവർ സെൽഫ്. എടാ, ദാമ്പത്യ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും നിരൂപണങ്ങൾ ഒതുക്കാൻ പറ്റത്തില്ല ബാല. അത് അനുഭവിച്ച് തന്നെ അറിയണം. വിസ ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വരുന്നല്ലേ ഷെരീഫ് പറഞ്ഞത്. പിന്നെ ഫിങ് ഫിങ് ഒന്നും കല്യാണം നടത്തിയാൽ എന്താ? റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കം ഓൺ മൈ ഫ്രണ്ട്, ഡിസൈഡ് ഇറ്റ് പോസിറ്റീവ്ലി. തനിച്ചോ ഇവന്റെ കല്യാണ ഫോട്ടോ എടുക്കലെന്ന് വേണ്ട. വരൂ മോളെ, വലതുപാല വെച്ച് കയറി. വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പറന്നകലുന്ന ഭർത്താവിന്റെ വരവും നോക്കിയിരിക്കാൻ വിധിക്കപ്പെട്ട ഭാര്യമാരുടെ ലിസ്റ്റിൽ ഇതാ ഒരാൾ കൂടി, ശ്രീമതി നളിനി ബാലകൃഷ്ണൻ. എന്തായാലും ഒരുത്തനെ കൂടെ നീ കുറിച്ചിട്ടു. സംഗതി ഫിങ് ഫിങ് നടത്തേനെ എനിക്കൊരു സ്പെഷ്യൽ അവാർഡ് തരണം. ഒരു ബാലകൃഷ്ണനുള്ള അവാർഡ് തന്നേക്കാം. ഷെറീഫേ, അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോ ഈ കുട്ടിയാലിക്ക് കൂടെ പിടിച്ച് കൂട്ടണം. വിമാനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറാതെ നമ്മൾ ഈ കാര്യത്തെ പറ്റി ചിന്തിക്കൂലെന്ന്. സമാധാനമായിട്ട് ഇരിക്കേ, നാളെ മറ്റന്നാൾ എത്തും വിസ. ഇനി ഇരുന്നാ പറ്റത്തില്ല, ട്രെയിന് സമയമായി. എന്താണ് നിന്റെ പെണ്ണുപിള്ള? ദാ വരുന്നു. അമ്മയുടെ പയ്യാരം പറിച്ചില്ലേ, ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാനാ. അതുകൊണ്ട് ആലീസിന്റെ പ്രസവം കഴിഞ്ഞ് വിളിച്ചോണ്ട് വരുമ്പം ഞാനും ആലീസിങ് പോരും. ഒരു ഉഗ്രം പാർട്ടി തരണം. നീ ഉണ്ടില്ലേലും അവളെ ഊട്ടുക, നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിക്കുക, ആശയും നിരാശയും ഒരുപോലെ പങ്കുവെച്ച് പ്രളയം വരെ സന്തോഷമായി വാഴുക. ആമേൻ. സന്നിപദേശി വാച പഠിച്ചിരുന്ന വണ്ടി അങ്ങ് പോകും. നല്ലി, ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ പിങ് പിങ് നടത്തണം കേട്ടോ. ഇറങ്ങുന്നു. ശരി, ഓടാ. നമ്മളും വരാം. പോകുന്ന വഴിക്ക് വല്ലതും കഴിക്കണം. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങണം. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പോട്ടെ പോട്ടെ. പോരണേ. നന്ദി. ചെല്ലി ചെല്ല്.
അവരായ അവരുടെ പാടായി, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാൻ വരട്ടെ.